ഹലോ, മലയാളത്തിൽ സംസാരിക്കണോ? എന്തോ രാജഗോപാൽ സാറാണോ? സാറേ, ഞാൻ ആരും അറിയാതെ എന്തോ ഇവിടെ ഇല്ല, എസ്റ്റേറ്റ് പോയിരിക്കോ? തിരിച്ചു പോകുമ്പോ നീ ഓടിച്ചാ മതിയെന്ന് ജയന്തിയമ്മ പറഞ്ഞു. അപ്പോ ഇനി മുതൽ രാവണ്യാണ് ഇവിടുത്തെ ഡ്രൈവർ അല്ലേ? എന്താ വീരേന് ഇഷ്ടപ്പെട്ടില്ലേ? ജയന്തിയമ്മേ, ഒരിക്കൽ നിങ്ങൾ ചെയ്ത പാപത്തിന്റെ കറ കഴുകിക്കളഞ്ഞ കൈയാണ്, ഓർമ്മയുണ്ടല്ലോ? വീരയൻ, ആ എന്നെ നിങ്ങൾക്കിപ്പോ വേണ്ട അല്ലേ? ഞാൻ പറയുന്നത് കേൾക്കൂ. എന്തിന്? പ്രവൃത്തി ഞാൻ കണ്ടല്ലോ. എല്ലാം നേടിയെന്ന് അഹങ്കരിക്കുന്ന നിങ്ങളുടെ വാക്ക് ഇനി എനിക്ക് കേൾക്കണ്ട. പകരം രാജഗോപാലന്റെ വാക്കുകൾ കേൾക്കും അല്ലേ? എങ്കിൽ അങ്ങോട്ട് ചെന്ന് ചോദിക്കൂ. വീരയ്യനെ ഡ്രൈവർ ജോലിയിൽ നിന്ന് മാറ്റി എസ്റ്റേറ്റിൽ ജോലി തരുന്ന കാര്യത്തിൽ ആരാ തടസ്സം നിന്നതെന്ന്? രാമുണ്ണിയെ ഡ്രൈവറായി നിയമിച്ചത് വീരയ്യനെ പിരിച്ചുവിടാനല്ല, ഈ വീട്ടിലെ മുഴുവൻ ചുമതല ഏൽപ്പിക്കാനാണ്. എന്താ വീരയ്യൻ ഇവിടെ ഉണ്ടാവില്ലേ? ഇനി അത് ചേട്ടൻ വെച്ചോളൂ. നീ എന്നോട് കൽപ്പിക്കുന്നു. വല്ലതും പറ്റിയോ? ഇല്ല. എന്നെങ്കിലും ഒരു ദിവസം ഞാൻ അവനെ കൊല്ലും. പക്ഷെ അതിനുള്ള ആരോഗ്യം ദൈവം തന്നില്ലല്ലോ. മോളെ, മരിച്ചുപോയ അമ്മയെ വിളിക്കുന്ന നീ ജീവിച്ചിരിക്കുന്ന ഈ അമ്മയെ കാണുന്നില്ലേ? നിങ്ങൾ എന്റെ അമ്മയല്ല. ശാന്തി, യു ആർ എ ബിച്ച്. എന്റെ അച്ഛനെ മയക്കെടുത്ത് നീ എന്താണ് അവിടെ നോക്കി നിൽക്കുന്നത്? എന്തിനാ കുട്ടി എങ്ങനെ അടിക്കുന്നത്? എന്നോടൊന്നും ചോദിക്കില്ല. നിനക്കറിയാമോ, ആ കുട്ടിയെ ചുമലേറ്റ് നടന്നവനാണ് ഞാൻ. ശാന്തി മോൾക്ക് എന്റെ ജീവനായി. ഇന്ന് എന്റെ മോള് എന്നെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞില്ല. രാമുണ്ണി അറിഞ്ഞില്ല. ഞാൻ എന്നും ഓർക്കും. വയ്യ മോളെ, വയ്യ, തീരെ വയ്യ മോളെ. അച്ഛൻ ഇപ്പൊ വരും. വേലപ്പിന് ഒരുപാട് ദൂരം. എനിക്ക് ആനപ്പുറത്തിരിക്കണം. വേലപ്പിന് ആനയാകും. ഞാനിപ്പോ എന്തായി? ആനയായി, കരടിയായി, പൂലിയായി, ഒട്ടകയായി. അച്ഛാ, ഞാൻ പറഞ്ഞിട്ട് ഈ വേലപ്പിന് അനുസരിക്കുന്നില്ല. എടാ, എന്റെ മോള് പറഞ്ഞിട്ട് നീ അനുസരിക്കില്ലേ? ഞാൻ മോള് പറഞ്ഞ എല്ലാം അനുസരിച്ച്. ആനയെ ആനയെ കാണാൻ മോക്കച്ഛൻ ജീവനുള്ള ആനയെ കാണിച്ചു. വേഗം ഒരുങ്ങി. എങ്ങോട്ടാ? നമുക്കിത് നായാട്ടം പോവാം. വേഗം പുറപ്പെടും. എന്താണ് നോക്കി നിൽക്കുന്നത്? പുറപ്പെടേ. ഞാൻ അവിടെ എത്തിക്കോളാം. നീ ഞങ്ങളുടെ കൂടെ തന്നെ വരണം. എനിക്ക് ശരീരത്തിന് എന്തോ ഒരു വല്ലായ്മ. എനിക്കറിയാം നിന്റെ അസുഖം എന്താണെന്ന്. നാണമില്ലടാ. ശാന്തി പോലുള്ള ധൈര്യം ഉണ്ടോ നിനക്ക്? ധൈര്യം കാണിച്ചില്ല. പിന്നെ കാട്ടു പോകുന്നത് എനിക്കിഷ്ടമാണ്. പിന്നെന്താ മുതലാളി, വെടിയുടെ ശബ്ദം കേൾക്കുമ്പോ എന്തോ ഒരു മാതിരി. എന്താ മുതലാളി?
നമുക്കൊരു കാര്യം ചെയ്യും, ഇപ്രാവശ്യം തോക്കെടുക്കണ്ട, മൃഗങ്ങളെ കെണി വെച്ച് പിടിക്കും. ഞാൻ പിടിച്ചോളാം. പുറപ്പെട്ടോ. എന്താടാ? അല്ല, അതിന്റെ മൂക്ക് എന്റെ നേരെ തിരിഞ്ഞു വരുന്നു. നീ പേടിക്കണ്ട, ഇത് ലോക്ക് ചെയ്തിട്ടുണ്ട്, പൊട്ടൂല. വല്ല ബുദ്ധിയില്ലാത്ത ജന്തുവല്ലേ, എങ്ങനെ വിശ്വസിക്കും? ആ അതാ പിന്നെ. അല്ല, ഇനി ഇവിടെ എവിടെയും കുറച്ച് ഇരുന്ന് ക്ഷീണം മാറ്റിയിട്ട് പോവാം. നീ എന്റെ കൂടെ വാടാ. എന്നിട്ട് നടന്ന് ശബരിമല എത്തി തോന്നുന്നുണ്ട്. നിന്നെ കൊണ്ടുവന്ന എന്നെ വലിയ ശല്യം. നമുക്ക് ഇവിടെ നിൽക്കാം, ഇവിടെ നല്ലൊരു കാഴ്ചപ്പാടുണ്ട്. കാല് കാണിക്കുന്നുണ്ട്. മതി, ഇവിടെ നിൽക്കാതെ നല്ലത്. വെള്ളം 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 ഇത് പിടിക്കും. എന്നാ അതും കൂടെ കൂട്ടാ. ശരിയാവില്ല. ഇന്നുണ്ടോ പുലി? പുലി കരയ്ക്കോ? കാറ്റായി നിൽക്കാം, നമുക്ക് അവിടെ പോകണം. എങ്ങോട്ടാണ്? ഭാര്യ മരിച്ച പിന്നെ മുതലാളിയുടെ സ്വഭാവം ആകെ മാറിയത്. കുടി തന്നെ. എങ്ങോട്ട്? അടുത്ത മുറി കൂടെ കിടക്കുക. അതൊന്നും നീ അറിയണ്ട, കൊണ്ടുപോകും. അച്ഛാ, വേലപ്പൻ ഇന്നലെ അച്ഛന്റെ കിടക്കിൽ നിന്നു എന്നെ മാറ്റി കിടത്തി. ഇതെന്തിനാടാ എന്റെ മുമ്പ് വയ്ക്കുന്നത്? മുതലാളിയെ ഓർമ്മിപ്പിക്കാൻ. എന്നും കാലത്ത് ഞാനാണല്ലോ ഇതെല്ലാം വാരിക്കളയുന്നത്. ഇനി എനിക്ക് വയ്യ. വിലപ്പാ, കുടിച്ച് കുടിച്ച് മുതലാളി ശരീരം കേടുവരുത്തി. മുതലാത്തതിന് എടാ ധിക്കാരം പറയുന്നു. ഇറങ്ങിപ്പോടാ, പോകാൻ. പോകും മുതലാളി. ഒപ്പോ ഇന്നലെ രാത്രി കൂടി കണ്ണീർ ഒലിപ്പിച്ചുകൊണ്ട് എന്റെ ചുമലിൽ കിടന്ന ശാന്തകുണി ഇറക്കി വിട്ടേക്കൂ. എന്നിട്ട് മുതലാളി ഇഷ്ടം പോലെ ജീവിച്ചോളൂ. ആ കുട്ടിയെ ഇങ്ങനെ കഷ്ടപ്പെടുത്തരുത് മുതലാളി. വേലപ്പനത് സഹിക്കില്ല.